ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മളുടെ എല്ലാ നന്മകളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന സർവ തെറ്റുകളും അള്ളാഹു മാപ്പാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, ഓരോ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ചയും നമ്മിലേക്ക് സമാഗതമാകുന്നത് ഓരോ അനുഗ്രഹങ്ങളുമായിട്ടാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടാണ് ഓരോ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ചകളും കടന്നു പോകുന്നത്. ഈ ദിവസത്തിൽ നാം ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു അമലാണ് സ്വലാത്ത്. വിശുദ്ധമായ മുഹറമിന്റെ ഈ പുണ്യ വെള്ളിയാഴ്ചകളിൽ നാം ചെയ്തു വരുന്ന ധാരാളം ദിക്റുകളുടെ കൂട്ടത്തിൽ സ്വലാത്തിനെ മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബ്നു അബീ ലൈല എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. ലഖീനി കഅബ് ബിൻ ഉജ്റ എന്നെ കാണുകയുണ്ടായി. ആ സമയത്ത് ഫഖാൽ അലാ ഉഹ്ദി ലക ഹദിയതൻ സമീഅതുഹാ മിനൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു സംഭാവന ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ. എന്തായാലും അവർ ഉപയോഗിക്കുന്ന ഭാഷകൾ ഒരു സംഭാവന. നമ്മൾ സംഭാവന എന്നൊക്കെ പറയുന്നത് സാധാരണ പൈസയാണ്. അവർ സംഭാവന, പ്രതിഫലം എന്നൊക്കെ അവരുടെ ഹൃദയത്തിൽ വരുമ്പോൾ തന്നെ അവർ അള്ളാഹുവിൽ നിന്നുള്ള സംഭാവനകളും ഹദിയകളും പ്രതിഫലങ്ങളുമാണ് അവർ ആഗ്രഹിക്കുന്നത്. നമ്മൾ ദുനീവിയായ പ്രതിഫലം ആഗ്രഹിച്ചപ്പോ മുൻഗാമികൾ ആഖിറത്തിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലങ്ങൾ അവർ ആഗ്രഹിച്ചു. എന്താണ് ആ സംഭാവന? അവർ പറഞ്ഞു, ബല ഫഹദിഹാലി, അതെനിക്ക് തന്നാലും. ഫഖാൽ സഅൽന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരിക്കൽ നബി തങ്ങളെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫ സ്വലാത്തു അലൈക്കും അഹ്ലൽ ബൈത്ത്, അങ്ങയുടെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ എങ്ങനെയാണ് നബിയെ സ്വലാത്ത് ചൊല്ലുന്നത്? മുത്തുനബി തങ്ങൾ പറഞ്ഞു, മുത്തുനബി തങ്ങളോട് ചോദിക്കുന്നു, ഫഇന്നല്ലാഹ ഖദ് അല്ലമനാ കൈഫ നുസല്ലിമു അലൈക്, നിശ്ചയമായി എങ്ങനെയാണ് സലാം ചൊല്ലുന്നതെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലുന്നതെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തൊരു സ്വലാത്തുണ്ട്. സ്ക്രീനിൽ നിങ്ങൾക്ക് അത് കാണാം. ഖൂലു, നിങ്ങൾ പറയുക, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്നതാണ്, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഇതൊരു സ്വലാത്താണ്. സ്വലാത്തുകളിൽ ഹദീസുകളിൽ വന്ന പ്രബലമായ സ്വലാത്താണ്, എല്ലാവർക്കും അറിയാം. ഇന്നക ഹമീദും മജീദ് എന്ന് പറയുന്നത് അവസാനിപ്പിക്കുന്നു. ഇത് ബുഖാരിയിലും മുസ്ലിമിലും നിവേദനം ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മറ്റൊരു ഹദീസ്, വളരെ പ്രബലമായ ഹദീസിൽ മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, അൻ അബി ഹുമൈദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാലു യാ റസൂലല്ലാഹ്, അവർ ചോദിച്ചു, യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, കൈഫ നുസല്ലി അലൈക്, എങ്ങനെയാണ് ഞങ്ങൾ അങ്ങക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നത്? ഓരോ സ്വലാത്തുകൾക്കും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസാണ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അസ്വാജിഹി വ ദുർരിയതിഹി കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വ അസ്വാജിഹി വ ദുർരിയതിഹി കമാ ബാറക്ത അലാ ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. നബിതങ്ങളെ മാത്രമല്ല, അവിടുത്തെ ഭാര്യ സന്താനങ്ങളെ, കുടുംബത്തിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള പുണ്യമായ ഒരു സ്വലാത്താണ്. ഈ സ്വലാത്തെല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. എങ്ങനെ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അസ്വാജിഹി വ ദുർരിയതിഹി കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വ അസ്വാജിഹി വ ദുർരിയതിഹി കമാ ബാറക്ത അലാ ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഇത് മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. ബുഖാരി മുസ്ലിമും ഇത് നിവേദനം ചെയ്തിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വെള്ളിയാഴ്ചയാകുമ്പോൾ ഉണ്ടാകുന്ന സവിശേഷതയാണ്. ഇത്തരം സ്വലാത്തുകൾ നമ്മൾ വെള്ളിയാഴ്ച ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു സവിശേഷതയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന ലില്ലാഹി മലായിക, നിശ്ചയമായും അള്ളാഹുവിന് കുറെ മലക്കുകളുണ്ട്. സയ്യാഹീന ഫിൽ അർളി, അവർ ഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നവരാണ്. എന്തിനു വേണ്ടി? യുബല്ലിഗൂനി മിൻ ഉമ്മത്തി അസ്സലാം, എന്റെ ഉമ്മത്തിൽപ്പെട്ട, എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ എനിക്ക് വേണ്ടി സലാം പറയുമ്പോൾ എനിക്ക് വേണ്ടി എത്തിച്ചു തരാൻ. എന്നാൽ വെള്ളിയാഴ്ചയോ വെള്ളിയാഴ്ച രാവ് ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ ഈ മലക്കുകളുടെ സഹായങ്ങളൊന്നും കൂടാതെ നമ്മുടെ അതേ ശബ്ദം വിശുദ്ധമായ റൗളയിൽ എത്തുമെന്ന്
മുത്തുനിബിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അധികരിപ്പിക്കുക. മുത്തുനിബിതങ്ങളോട് നമ്മൾ നിബിതങ്ങളെ സ്നേഹിക്കുന്നവരാണ്, ഹബീബിനെ ഇഷ്ടപ്പെടുന്നവരാണ്. ഈ മുഹറം മാസത്തിന്റെ ആരംഭത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളും നമ്മളിലേക്ക് സമാഗതമാകുമ്പോൾ ഓരോ വെള്ളിയാഴ്ചകളിൽ നമ്മൾ ഇത് പ്രാവർത്തികമാക്കണം. മുത്തുനിബിതങ്ങളല്ലേ പറഞ്ഞത്, ഔലന്നാസി ബിയൗമിൽ ഖിയാം, എൻ്റെ അടുക്കൽ ഖിയാമത്ത് നാൾ ഏറ്റവും അടുപ്പമുള്ളവർ അക്സറുഹും അലയ്യ സ്വലാത്ത്, എൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നവരാണ്. എത്ര കണ്ട് അധികരിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം അധികരിപ്പിച്ചു കൊണ്ടാവണം നമ്മുടെ ഓരോ വെള്ളിയാഴ്ചകളും കടന്നു പോകേണ്ടത്. നഷ്ടമായി പോയാൽ കടന്നു പോകുന്ന ഒരു വെള്ളിയാഴ്ചയും നമ്മുടെ മേൽ തിരിച്ചു വരില്ല എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. നബിതങ്ങൾ പറയുന്ന ഹദീസിൽ വേറെയും നമുക്ക് പഠിക്കാനുണ്ട്. മുത്തനബിതങ്ങൾ പറയുന്നു, നസായി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, മൻ സ്വല്ലല്ലാഹു അലൈഹി സ്വലാത്തൻ വാഹിദ, 300 സ്വലാത്ത് വെള്ളിയാഴ്ച ഒരുവൻ ചെല്ലണമെന്ന് മഹാന്മാർ പഠിപ്പിക്കുമ്പോൾ ഒരു സ്വലാത്ത് ചെല്ലിയാലുള്ള നേട്ടം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മൻ സ്വല്ലല്ലാഹു അലൈഹി സ്വലാത്തൻ വാഹിദ സ്വല്ലല്ലാഹു അലൈഹി 10 സലവാത്ത്, എൻ്റെ മേൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലുന്നതാണ്. വഖുത്തതു അൻഹു 10 ഖതായാത്തിൻ ഖതിആത്തിൻ വറുഫിയത് ലഹു 10 ദറജാത്തിൻ, അവന്റെ 10 പാപങ്ങൾ അള്ളാഹു മാപ്പാക്കും. ഒരു സ്വലാത്ത് ചെല്ലുമ്പോൾ അവനിക്ക് 10 ദറജകൾ അള്ളാഹു ഉയർത്തി കൊടുക്കും. ഒരു സ്വലാത്ത് ചെല്ലുമ്പോൾ 300 സ്വലാത്ത് ചെല്ലിയാലുള്ള അവസ്ഥകൾ ആലോചിച്ച് നോക്കും. അങ്ങനെ 3000, 30,000, 3 ലക്ഷം ചെല്ലി നമ്മളായാൽ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന പരിവർത്തനം എത്രയോ മാറ്റമുള്ളതാവും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ. നിശ്ചയമായും അള്ളാഹുവും അവന്റെ മലക്കുകളും സ്വലാത്ത് ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും സ്വലാത്ത് ചൊല്ലുക. അള്ളാഹു ഹബീബായ നബിതങ്ങളെ കണ്ടു മരിക്കാനുള്ള മഹാസൗഭാഗ്യം ഇത് കേൾക്കുന്നവർക്കും ചൊല്ലുന്നവർക്കും നമുക്കെല്ലാവർക്കും അള്ളാഹു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.